നമസ്കാരം. സുദർശൻ സേതു എന്ന പേരിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലം എന്നുള്ള ഒരു വിശേഷണത്തോടെ ഒരു വലിയ കടൽപ്പാലം 2 കിലോമീറ്ററിലധികമൊക്കെ നീളം വരുന്ന കടലിലൂടെയുള്ള ഒരു പാലം ഈയിടെ പ്രധാനമന്ത്രി ഉദ്ഘാടനമൊക്കെ ചെയ്ത് അതൊരു വലിയ സംഭവമായിട്ട് മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു. അപ്പോൾ മുതൽ ഒരുപാട് വിമർശനങ്ങളും ഈ ഒരു പാലം കേൾക്കുന്നുണ്ട്. ഞാനും ആദ്യം കരുതിയത് ഏതെങ്കിലും പ്രധാന മെയിൻ ലാൻഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ സീ ബ്രിഡ്ജ് ആയിരിക്കും ഇതെന്നാണ്. പക്ഷേ ഇതിൻ്റെ ഗൂഗിൾ മാപ്പിൽ ഈ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തു നോക്കിയപ്പോൾ ഞാൻ ഞെട്ടി എന്ന് പറയുന്നതായിരിക്കും സത്യം. ഒരൊറ്റ ചെറിയ ഐലൻഡിലേക്കുള്ള ഒരു പാലമാണിത്. ബെയ്റ്റ് ദ്വാരക എന്ന് പറയുന്ന ഒരു ചെറിയ ഐലൻഡ്. അവിടുത്തെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ ഏകദേശം 15,000 മാത്രമാണ്. നമ്മുടെ ഒരു പഞ്ചായത്തിൽ പോലും ഇതിലധികം ജനസംഖ്യ ഉണ്ടാകും. ജനസംഖ്യ മാത്രമല്ല, ഇതിൻ്റെ ഭൂവിസ്തൃതിയും വളരെ കുറവാണ്. 11 കിലോമീറ്റർ സ്ക്വയർ ഏരിയ എന്നാണ് പഠിച്ചപ്പോൾ മനസ്സിലായത്. ഇത് വിശ്വാസം വരാത്ത ഞാൻ ഗൂഗിൾ മാപ്പിൽ ഇതൊന്ന് അളന്നു നോക്കി. ഏകദേശം മനസ്സിലായത് ഇത് സത്യമാണെന്നാണ്. ഇതിൻ്റെ കടൽ തീരത്തോടെ മാത്രം നമ്മളിങ്ങനെ നടക്കുകയാണെങ്കിൽ നിങ്ങൾ യാത്ര തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തുമ്പോഴേക്കും ഒരു 20-22 കിലോമീറ്റർ നടന്നാൽ മതി. അപ്പോൾ അത്രയും ചെറിയൊരു ഐലൻഡാണ്. ഈ ഒരു ഐലൻഡിലേക്കാണ് 1000 കോടി രൂപ മുടക്കിയിട്ട് ഇതുപോലെ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് എന്ത് തരം വികസനമാണെന്നാണ് പലരും ചോദിക്കുന്നത്. 979 കോടിയാണ് ഇതിൻ്റെ ചിലവായിട്ട് പറയുന്നത്. ഞാനൊന്ന് റൗണ്ട് ചെയ്ത് പറഞ്ഞതാണ്. നമുക്കറിയാം, ഗുജറാത്തിൻ്റെ മാപ്പ് നോക്കിയാൽ ഒരു ഭാഗത്തേക്ക് കടലിങ്ങനെ കയറി കിടക്കുകയാണ്. ഗൾഫ് ഓഫ് കച്ച് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആ ഒരു ഭാഗം പണ്ട് ദ്വാരകയായിരുന്നു എന്നൊക്കെയുള്ളൊരു സങ്കല്പം അല്ലെങ്കിൽ ഒരു ഐതിഹ്യമുണ്ട്. പണ്ട് ദ്വാരക കടലെടുത്ത് പോയപ്പോൾ ഇങ്ങനെ കടൽ കയറിയതാണ്. അതിന് മുൻപ് അത് ദ്വാരകയായിരുന്നു. ഇപ്പൊ തന്നെ ഗുജറാത്തിൽ നമ്മൾ നോക്കിയാൽ ദ്വാരക എന്ന് പറയുന്ന ഒരു സിറ്റി ഉണ്ട്. ആ ദ്വാരകയിലേക്കുള്ള പാലമാണിതെന്നാണ് പലരും കരുതുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഈ ദ്വാരക സിറ്റിയിൽ നിന്നും 25 കിലോമീറ്റർ ദൂരെ കിടക്കുന്ന ബെയ്റ്റ് ദ്വാരക എന്ന് പറയുന്ന ഒരു ചെറിയ ഐലൻഡ് മാത്രമാണിത്. അവിടേക്ക് ബോട്ടിൽ ഒരുപാട് ആളുകൾ ഒരു തീർത്ഥാടനം എന്നതുപോലെ പോകാറുണ്ട്. മുമ്പ് പറഞ്ഞതുപോലെ ദ്വാരകയുടെ അവശിഷ്ടങ്ങളൊക്കെ അവിടുത്തെ കടലിനടിയിലുണ്ട് എന്നൊക്കെ പലരും വിശ്വസിക്കുന്നു. എന്നാൽ അത് ഈ പുരാണങ്ങളിൽ പറയുന്ന ദ്വാരകയാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന് പറയാനേ നിർവാഹമുള്ളൂ. നമ്മൾ പണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ചോദ്യം വളരെ നിസ്സാരമാണ്. ദ്വാരക എന്ന പേരുള്ള ഈ ഒരു ചെറിയ ഐലൻഡിലേക്ക് ബോട്ടുകളിലൊക്കെ ഒരുപാട് പേര് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ടൂറിസ്റ്റുകളായിട്ട് ചെല്ലുന്ന അല്ലെങ്കിൽ ഈ ഐലൻഡിൽ താമസിക്കുന്ന ഒരു 10,000 പേർക്ക് വേണ്ടിയിട്ടാണോ 1000 കോടി രൂപയൊക്കെ മുടക്കിയിട്ട് ഇങ്ങനെ ഒരു പാലം പണിതിരിക്കുന്നത്? ഇത് എന്ത് തരം വികസനമാണ്? ആദ്യമേ തന്നെ പറയട്ടെ, ഈ വീഡിയോ കാണുന്നവർ ഇത് മുഴുവനായിട്ട് ഒന്ന് ക്ഷമയോടെ കേൾക്കുക. ചിലർ പറയും ഈ പറഞ്ഞത് ഇത്തിരി കൂടിപ്പോയി, വേറെ ചിലർ പറയും ഇത് നന്നായിട്ട് വെളുപ്പിച്ചെടുക്കുകയാണ്. അതായത് എന്ത് അഭിപ്രായം പറഞ്ഞാലും ഇതിനെ വിമർശിക്കാൻ ആളുകളുണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഫാക്റ്റുകൾ നോക്കിയിട്ട് രണ്ട് വശവും പറയുകയാണ്. വിദേശത്തേക്ക് പോകുന്ന ആളുകളെ കുറ്റം പറയുന്നു എന്നുള്ള രീതിയിൽ ചില വീഡിയോകൾ ചിലർക്ക് തോന്നാറുണ്ട്. അങ്ങനെയുള്ളവർ തന്നെ നമ്മൾ വേറെ ചില വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഇന്ന രാജ്യങ്ങളിലേക്കൊക്കെ ഇപ്പോൾ എളുപ്പത്തിൽ പോകാം, ഇന്നതാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർ അവിടെ ചെന്ന് ചോദിക്കുന്നത് നിങ്ങൾ തന്നെയല്ലേ രാജ്യം വിട്ട് പോകരുത് എന്ന് പറഞ്ഞത്, എന്നിട്ടിപ്പോൾ ഈ രാജ്യങ്ങളിലെ അവസരങ്ങൾ പറയുകയാണോ? കാര്യങ്ങൾ മനസ്സിലാക്കാത്തവരാണ്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വീഡിയോകളുടെ അറ്റവും മൂലയും ഒക്കെ കണ്ടിട്ട് കമൻ്റ് ഇടുന്നവരാണ്, അല്ലെങ്കിൽ ഒച്ച എടുക്കുന്നവരാണ് ഇങ്ങനെയുള്ളവർ. അപ്പോൾ നമുക്ക് ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനെ 2 തരത്തിൽ കാണാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ കോട്ടയം, ആലപ്പുഴ ഈ 2 ജില്ലകളെയും കണക്ട് ചെയ്യുന്ന രീതിയിൽ നേരെക്കടവ്, മാക്കേക്കടവ് എന്ന് പറഞ്ഞ് ഒരു പാലം അതിങ്ങനെ പണി പൂർത്തിയാകാതെ പാതി വഴിയിൽ നിൽക്കുകയാണ്. ഈ ഒരു പാലത്തിന് ഏകദേശം 700 മീറ്ററിലധികം നീളമുണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേബിൾ ബ്രിഡ്ജ് ആണ് ഇതെന്നൊക്കെയുള്ള വിശേഷണം കേൾക്കുമ്പോൾ നമ്മളിത് അത്ര വലിയൊരു സംഭവമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നതാണ്. ഇതിൻ്റെ നീളം ഏകദേശം 2 കിലോമീറ്റർ 300 മീറ്റർ ഒക്കെ മാത്രമാണ്, അല്ലെങ്കിൽ 2.5 കിലോമീറ്ററിൽ താഴെയാണ്. അതായത് അത്ര വലിയൊരു മുതൽ മുടക്കിയിട്ടൊന്നുമല്ല ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷെ അത് കായലിലാണെങ്കിൽ ഇവിടെ കടലിലാണ്, അല്ലെങ്കിൽ കുറെ കൂടെ വലുതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ചിലവ് കുറെ കൂടെ കൂടുതലായിരിക്കും. ആ പാലത്തിന് ഈയിടെ ഏകദേശം 97 കോടി രൂപയുടെ കൂടി അനുവാദം കിട്ടി എന്നൊക്കെയുള്ള വാർത്തകൾ കണ്ടിരുന്നു. കോട്ടയം, ആലപ്പുഴ ബന്ധിപ്പിച്ചുകൊണ്ട് ഈ പാലം പൂർത്തിയായി കഴിഞ്ഞാൽ ഈ 2 ജില്ലകളിലും അല്ലെങ്കിൽ അതിനപ്പുറമുള്ള ജില്ലകളിലും ഒക്കെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് ഇതിൻ്റെ പ്രയോജനം ഉണ്ടാവുക. പക്ഷെ ഇവിടെ എങ്ങനെയാണ്? ഈ ഐലൻഡിലുള്ള 15,000 പേർക്ക് വേണ്ടിയിട്ടാണോ ഇത് പണിതത്? കാരണം ഇത് തന്നെയാണ് നമ്മൾ വിക്കിപീഡിയയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ ആദ്യത്തെ ഗുണമായിട്ട് പറയുന്നത്. എന്നാൽ മറ്റൊരു കാര്യവും കൂടി പറയുന്നുണ്ട്. ഇതിലേക്ക് ഓൾറെഡി ഒരുപാട് ടൂറിസ്റ്റുകൾ ചെല്ലുന്നുണ്ട്.
ഈ പാലവും കൂടി വന്നതോടെ അല്ലെങ്കിൽ ഇതിന് കുറേ ഹൈപ്പും കൂടെ കിട്ടിയതോടെ ഇതിനി നാൾക്ക് നാൾ അല്ലെങ്കിൽ മാറുന്ന സാഹചര്യങ്ങളിൽ അതിന് കൂടി വരാൻ തന്നെയാണ് സാധ്യത. ഒരു വർഷം ഏകദേശം 20 ലക്ഷത്തോളം ആളുകൾ ഇനി ഇവിടെ സന്ദർശിക്കും, അല്ലെങ്കിൽ നിലവിൽ തന്നെ അത്രയും ആളുകൾ എത്തുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പാലം പണിതിരിക്കുന്നത്. ഇത്രയും ആളുകൾക്ക് പ്രയോജനപ്പെടുമെങ്കിൽ ഈ പാലം പണിതത് നഷ്ടമൊന്നുമല്ല എന്നുള്ള വാദം ഒരു വശത്ത്. എന്നാൽ വേറൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ഇതുപോലെയുള്ള പാലങ്ങളൊക്കെ പണിയുന്നത് പലപ്പോഴും വിവിധ മെയിൻ ലാൻഡുകളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ്. ഉദാഹരണത്തിന് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം ഈ വർഷം ജനുവരിയിലാണ് അത് തുറന്നു കൊടുത്തത്. മുൻ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയിയുടെയൊക്കെ പേരിൽ അടൽ സേതു എന്നാണ് അത് ചുരുക്കത്തിൽ അറിയപ്പെടുന്നത്. 22 കിലോമീറ്റർ നീളമുള്ള ഈ പാലത്തിന് 18,000 കോടി രൂപയാണ് ചിലവായത്. പക്ഷേ ഈ പാലം വഴി ഒരു ദിവസം തന്നെ കടന്നു പോകുന്നത് ഏകദേശം 70,000-ഓളം വാഹനങ്ങളാണ്. ഒരൊറ്റ ദിവസത്തെ കാര്യമാണ് പറഞ്ഞത്. ഈ വാഹനങ്ങളിലായിട്ട് എത്ര ആളുകൾ അപ്പോൾ, അല്ലെങ്കിൽ എത്ര ലക്ഷം പേര് സഞ്ചരിക്കുന്നുണ്ടാകും ഒരു ദിവസം എന്നുകൂടി ഓർത്തു നോക്കുക. അപ്പോൾ ഒരു വർഷം എത്ര കോടിക്കണക്കിന് ആളുകളാണ് ഈ പാലം പ്രയോജനപ്പെടുത്തുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കിയാൽ ഈ പറയുന്ന സുദർശൻ സേതു എന്ന് പറയുന്ന പാലം ഒരു വർഷം 20 ലക്ഷം ആളുകൾ സന്ദർശിക്കുന്നു, അല്ലെങ്കിൽ അത് പ്രയോജനപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ പോലും അത് നഷ്ടമല്ലേ? തന്നെയുമല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽപ്പാലം അടൽ സേതു കഴിഞ്ഞ ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ഒരു ഭാഗമാണ് മുംബൈ എന്ന് പറയുന്നത്. മുംബൈയിലെ പ്രധാന സിറ്റിയെയും അല്ലെങ്കിൽ മെഗാ സിറ്റിയെയും നാവി മുംബൈയും ബന്ധിപ്പിക്കുന്ന ഒരു കടൽപ്പാലമാണത്. ഇതിന്റെ മുൻപിൽ നമ്മൾ മുമ്പ് എപ്പോഴും മുംബൈയുടെ തന്നെ ഒരു ഐക്കണായിട്ട് കണ്ടിരുന്ന ബാദ്രവോളി സീലിംഗ് എന്ന് പറയുന്ന പാലം ചെറുതായി പോയി. ആ പാലത്തിന് ഏകദേശം 5.5 കിലോമീറ്റർ ആയിരുന്നു നീളം. 2010 അത് പൂർത്തിയായത്. 4 വരി അങ്ങോട്ടും 4 വരി ഇങ്ങോട്ടും, അങ്ങനെ ആകെ 8 വരികളാണ് ആ പാലത്തിന് ആകെ ഉള്ളത്. ഈ വർഷം ഉദ്ഘാടനം ചെയ്ത അടൽ സേതുവിനാകട്ടെ അത് 6 വരിയാണ്, പക്ഷെ നീളം 22 കിലോമീറ്റർ ഉണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും നീളമുള്ള 12ാമത്തെ പാലമാണ് ഈ വർഷം ഉദ്ഘാടനം ചെയ്ത ഈ അടൽ സേതു എന്ന് ഓർക്കണം. ഈ അടൽ സേതുവും സുദർശൻ സേതുവും ബാദ്രവോളിയും ഒന്നും മാറിപ്പോകരുത്. മുംബൈയിൽ ആകെ ഒരു 2.5 കോടിയോളം ആളുകളാണ് ജീവിക്കുന്നത്. മുംബൈയിലെ തന്നെ മെഗാ സിറ്റിയിലാണ് ഇതിൽ പകുതിയിലധികവും 1,70,00,000-ഓളം ആളുകളും ജീവിക്കുന്നത്. അതായത് അത്രമാത്രം പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടിയ ഒരു സ്ഥലം. മുംബൈയിലെ ആകെ പോപ്പുലേഷനും കസാഖ്സ്ഥാൻ എന്ന് പറയുന്ന വലിയ രാജ്യത്തെ പോപ്പുലേഷനും ഏകദേശം തുല്യമാണെന്ന് പറയുമ്പോഴാണ് എത്രമാത്രം ജനങ്ങൾ അവിടെ ഉണ്ടെന്ന് മനസ്സിലാവുക. മുംബൈ മെഗാ സിറ്റിയുടെ വലിപ്പം എന്ന് പറഞ്ഞാൽ 600 സ്ക്വയർ കിലോമീറ്റർ ഒക്കെ മാത്രമാണ്. അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു ജില്ലയുടെ 1/3 വലിപ്പമൊക്കെ മാത്രമേ ഉള്ളൂ. അവിടെയാണ് ഈ 1.5 കോടിയിലധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മറ്റ് മുംബൈയുടെ ഭാഗങ്ങളിലേക്കൊക്കെ ഇതുപോലെയുള്ള കടൽപ്പാലങ്ങൾ എത്ര പണിതാലും അത് അത്രയും നല്ലതാണ്. സുദർശൻ സേതു ഉദ്ഘാടനം ചെയ്തപ്പോൾ പ്രധാനമന്ത്രി കുറെ മയിൽപീലിയുമൊക്കെ ആയിട്ട് പോയി കടലിന്റെ അടിയിൽ പോയിട്ട് മുങ്ങുന്നു, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ചെയ്യേണ്ട കാര്യമാണോ ഇത്, അല്ലെങ്കിൽ മതത്തിൽ കുളിപ്പിക്കുകയല്ലേ എന്നൊക്കെയുള്ള ആരോപണങ്ങൾ. അതായത് പണ്ട് നമുക്കറിയാം, ഭരിക്കുന്നവരും അല്ലെങ്കിൽ മതത്തിന്റെ അധികാരികളും രണ്ടല്ലായിരുന്നു. അത് യൂറോപ്പിലുമൊക്കെ രാജാക്കന്മാർ പോലും പോപ്പിന് കീഴിലാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു സെറ്റപ്പ് ആയിരുന്നു. മതവും രാഷ്ട്രീയവും രണ്ടല്ലായിരുന്നു പണ്ട്. എന്നാൽ മനുഷ്യർക്ക് ബോധമുണ്ടായ കാലത്താണ് ഈ മതത്തിലുള്ളവർക്ക് അല്ലെങ്കിൽ മതത്തിന് ഇവിടെ എന്ത് കാര്യം എന്നുള്ള രീതിയിൽ ഈ മതവും അല്ലെങ്കിൽ ഭരണവും സെപ്പറേറ്റ് ആകുന്നത്. ഇന്നും പല രാജ്യങ്ങളിലും ഇതിൽ മാറ്റമുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇന്ത്യ പുറകോട്ടാണോ പോകുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. എന്നാൽ ഇതിനെ പോസിറ്റീവായിട്ട് കാണുകയാണെങ്കിൽ ലോകത്ത് പലയിടത്തും വിവിധ മതങ്ങളുടെ തീർത്ഥാടനങ്ങളുടെ പേരിൽ ഒരുപാട് കോടിക്കണക്കിന് രൂപയുടെ വരുമാനം പല രാജ്യങ്ങളും നേടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ദ്വാരക പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അയോധ്യ പോലെയുള്ള കാര്യങ്ങളൊക്കെ വലിയ ടൂറിസ്റ്റ് ഹബ്ബുകളായിട്ട് വളർത്തിക്കൊണ്ടു വന്നാൽ അതിൽ നിന്നൊരു വരുമാനം ലഭിക്കില്ലേ? അതും രാജ്യ പുരോഗതിക്ക് നല്ലതല്ലേ? ടൂറിസത്തിൻ്റെ മറ്റൊരു വകഭേദമല്ലേ ഇത് എന്നുള്ളതാണ് മറ്റൊരു ഭാഗത്ത് ഉയരുന്ന മറു ചോദ്യം. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലമാണ് ഈ സുദർശൻ സേതു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നീളം നോക്കിയാൽ ഗോവയിലെ അടൽ സേതു അത് മറ്റൊരു അടൽ സേതു ആണ്. ഏകദേശം 3 കിലോമീറ്ററോളം നീളമുള്ള ഈ പാലം 2019 ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. പനാജി സിറ്റിയുടെയൊക്കെ അടുത്ത് തന്നെ. അതായത് ഈ പറയുന്ന പാലമൊക്കെ അത് അത്ര പെർഫെക്ഷനോടെയാണ് പണിത് തീർത്തിരിക്കുന്നത്, ഒരു വിദേശ നിലവാരമുള്ള രീതിയിൽ. ഞങ്ങൾ ഈ കഴിഞ്ഞ മാസം പോയപ്പോൾ എടുത്ത വീഡിയോയാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. ഗോവയുടെ ഒരു ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള ഒരു 2 ജില്ലയുടെ വലിപ്പമൊക്കെ മാത്രമേ ഗോവയ്ക്കുള്ളൂ. അതിന്റെ ഒരു ഭാഗത്തേക്ക് അല്ലെങ്കിൽ പനാജി സിറ്റിയുടെയൊക്കെ ഭാഗത്തേക്ക് കടൽ ഇങ്ങനെ കയറി കിടക്കുന്നുണ്ട്. ഗുജറാത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ അതിലൂടെ പലയിടത്തും ഈ പറയുന്ന പാലങ്ങൾ വഴി റോഡ് കണക്ട് ചെയ്യുന്നുണ്ട്, NH-66 ഒക്കെ ഭാഗമായിട്ട്. അതിൽ തന്നെ 600 മീറ്റർ നീളമുള്ള മറ്റൊരു പാലത്തിന്റെ ഭാഗം ന്യൂ സുവാരി ബ്രിഡ്ജ് എന്നാണ് അത് അറിയപ്പെടുന്നത്. കഴിഞ്ഞ വർഷമാണ്
അത് പണി പൂർത്തിയായി എന്ന് തോന്നുന്നില്ല. കാരണം അതിലൂടെ സഞ്ചരിക്കുമ്പോൾ പലയിടത്തും വീണ്ടും പണികൾ നടക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇന്ത്യയിലാണിതെന്ന് നമ്മൾ വിശ്വസിക്കില്ല അതിലെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ. അത്ര ഗംഭീരമായ ഒരു നിർമ്മിതി. മുംബൈയിലെ ബാന്ദ്ര-വോളി സീലിംഗിലൂടെയൊക്കെ പോകുന്നതിനേക്കാളും ഒക്കെ വലിയ അത്ഭുതമാണ് ആ പറയുന്ന ഗോവയിലെ ആ ഒരു ഇത്തിരി പാലത്തിലൂടെ, അതായത് 600 മീറ്റർ നീളത്തിൽ കടലിനെ വിഭജിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു പാലത്തിൻ്റെ വലുപ്പം, അല്ലെങ്കിൽ അതിൻ്റെ ഓരോ കേബിളുകൾക്കും ഒരു വലിയ ലോറിയുടെ വലുപ്പമുണ്ട്. ഇതുകൂടാതെ ആ റോഡെ തന്നെ നമ്മൾ കുറേ പോയി കഴിയുമ്പോൾ ഗോവ അടൽ സേതു കാണുകയാണ്. നിലവിലെ തന്നെ ഒരു ഫ്ലൈ ഓവർ പോലെ ഒരു റോഡ് പോകുന്നു. അതിൻ്റെയും ഒക്കെ ഒരുപാട് മുകളിലായിട്ടാണ് ഈ പറയുന്ന പാലം പോകുന്നത്. അതായത് താഴെ നമ്മൾ നോക്കിയാൽ കണ്ടെയ്നർ ലോറികൾ പോലും ഒരു തീപ്പെട്ടി പോലെ പോകുന്നത് കാണാം. അല്ലെങ്കിൽ ഈ പനാജി സിറ്റിയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ കാണുക. ഇന്ത്യ മാറുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ നമുക്ക് തോന്നുന്ന ഒരു മാറ്റം തന്നെയാണത്. ഇതെല്ലാം ഈയിടെ പണിതാണ് എന്നുള്ളതാണ്. ഗോവയിലെ തന്നെ ഈ 2 പാലങ്ങളുടെ ഭാഗവും 2023-ലും 2019-ലും പണിതാണ്. മുംബൈ അടൽ സേതു ഈ വർഷമാണ് ജനുവരിയിലാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ നിലവിൽ ഇങ്ങനെ ഒരുപാട് വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഈ പറയുന്ന പാലങ്ങളുടെയൊക്കെ 20-1 കാശ് പോലും വേണ്ട. ഈ പറഞ്ഞ ബേറ്റ് ദ്വാരക എന്ന് പറയുന്ന ഐലൻഡിലേക്ക് പണിതിരിക്കുന്ന ഈ ഒരു പാലത്തിന് ഇതിന് ഒരുപാട് ഹൈപ്പ് കിട്ടിയതുകൊണ്ട് ഇത് വലിയ സംഭവമാണ്, അല്ലെങ്കിൽ ഒരുപാട് പണം മുടക്കിയതാണ് എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ 1000 കോടി എന്ന് പറയുമ്പോൾ ഒരു വലിയ കടൽപ്പാലത്തിന്റെ ചെലവ് വെച്ച് നോക്കിയാൽ അതൊന്നുമല്ല. ഇതിന്റെ 15-20 ഇരട്ടി ചെലവാണ് മറ്റു പല പാലങ്ങൾക്കും. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള കടൽപ്പാലം ഈ പറയുന്ന അടൽ സേതു മുംബൈയാണ്. പിന്നീടുള്ളത് അരുണാചലില്, ആസാമില്, ബീഹാറില്. അതും കഴിഞ്ഞിട്ടാണ് മുംബൈയിലെ തന്നെ ബാന്ദ്ര-വോളി സീലിംഗ് വരുന്നത്. അപ്പോൾ ഈ ബാന്ദ്ര-വോളി സീലിംഗിന് മുമ്പുള്ള ഈ പാലങ്ങളെല്ലാം വന്നിരിക്കുന്നത് 2014-ന് ശേഷം തന്നെയാണ്. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഒരുപാട് ഡെവലപ്മെന്റുകൾ ഈ മേഖലയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഈ ബേറ്റ് ദ്വാരകയിലേക്ക് 1000 കോടി മുടക്കി ഇങ്ങനെ ഒരു പാലം പണിതിരിക്കുന്നത് ഒരുപാട് പഴിക്കാനുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. എന്നാൽ മറുഭാഗത്ത് ഇതൊക്കെ മാറുന്ന കാലത്തിന് യോജിച്ചതാണോ? അതായത് വിദേശത്തുള്ള പല മാധ്യമങ്ങളും ഇതിനെയൊക്കെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇന്ത്യ ഇത് എങ്ങോട്ടാണ്? ലോകം മുഴുവൻ ആധുനികതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിൽ അത് സംഭവിക്കുന്നില്ല എന്നല്ല പറഞ്ഞത്. നമ്മളിപ്പോഴും പഴയ വിശ്വാസങ്ങളിലേക്ക് തിരികെ പോവുകയാണോ? പിന്നെ ഇത്തരം നിർമ്മിതികളൊക്കെ അനാവശ്യമാണോ എന്ന് ചോദിച്ചാൽ, ഒരു ഉദാഹരണത്തിന് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ഒരു കടൽപ്പാലം പണിയാൻ സാധ്യമാണോ എന്ന് ചോദിച്ചാൽ അസാധ്യമാണെന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ധനുഷ്കോടിയിൽ നിന്ന് ശ്രീലങ്കയുടെ ഈ ഒരു ഭാഗത്തേക്ക്, അല്ലെങ്കിൽ ഏറ്റവും അറ്റത്തേക്കുള്ള അതിനിടയിലുള്ള കടൽ ഭാഗം എത്രയുണ്ടെന്ന് നോക്കിയാൽ വളരെ കുറച്ചേ ഉള്ളൂ. നമ്മൾ ഗൂഗിൾ മാപ്പിൽ തന്നെ അതിൻ്റെ ഡിസ്റ്റൻസ് നോക്കിയാൽ ഒരു 24 അല്ലെങ്കിൽ 25 കിലോമീറ്റർ നീളത്തിൽ ഒരു പാലം പണിത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക്, അതായത് റോഡ് മാർഗം തന്നെ പാലം വഴി നമുക്ക് പോകാനായിട്ട് സാധിക്കും. ഇത് അസാധ്യമൊന്നുമല്ല. ഉദാഹരണത്തിന് ചൈനയിൽ ഹോങ്കോങ്ങിനെയും മക്കാവിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് അവരൊരു കടൽപ്പാലം ഈയിടെ പണിതത്, അതിൻ്റെ നീളം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ തല കറങ്ങും. 55 കിലോമീറ്റർ ആണ്. 55 കിലോമീറ്റർ കടലിലൂടെ ഒരു പാലം പണിത് അവർ ഈ ഹോങ്കോങ്ങിനെയും മക്കാവിനെയും ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഇത് അനാവശ്യമാണോ എന്ന് ചോദിച്ചാൽ, ചൈനയുടെ മാപ്പ് നമ്മൾ ഗൂഗിൾ മാപ്പിൽ തന്നെ എടുത്തു നോക്കിയാൽ നമ്മുടെ തല കറങ്ങും. അതായത് ഈ കാണുന്നതെല്ലാം വലിയ എക്സ്പ്രസ് ഹൈവേകളാണ്. അമേരിക്കയുടെ ന്യൂയോർക്കിൽ പോലും, അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് പോലും നമുക്ക് ഇത്ര വലിയൊരു ശ്രേണി കാണാനായിട്ട് സാധിക്കില്ല. ഇത് തന്നെയാണ് ചൈനയുടെ വിജയം. അതിഭയങ്കരമായ ഇൻഫ്രാസ്ട്രക്ചർ, അല്ലെങ്കിൽ റോഡുകൾ, പാലങ്ങളും ഒക്കെ അവരത് വീണ്ടും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോകത്ത് പലയിടത്തും ഇങ്ങനെ അതിശയിപ്പിക്കുന്ന പല പരിപാടികളും നടക്കുമ്പോൾ നമ്മളും ഇതുപോലെ ഐലൻഡുകളിലേക്കും, അല്ലെങ്കിൽ പല ഭാഗത്തേക്കും ടൂറിസത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും കണക്ടിവിറ്റിയുടെ ഭാഗമായിട്ടൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഓരോ പാലങ്ങൾ പണിയുന്നതിനെ ഒരുപാട് പഴിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോഴും നമ്മളൊരു ആധുനിക മനുഷ്യരുടെ രീതിയിൽ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഒരുപാട് വീഡിയോകൾ മഹാഭാരതം റിലേറ്റഡ് ആയിട്ട് ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത്തരം കുറേയധികം വീഡിയോകൾ ഒന്നിച്ച് നമ്മളൊരൊറ്റ വീഡിയോ ആയിട്ട് ഇട്ടപ്പോൾ അത് ഏകദേശം 6 മണിക്കൂറിനടുത്ത് സമയമുണ്ടായിരുന്നു. അപ്പോൾ അത്രമാത്രം മഹാഭാരതത്തെക്കുറിച്ച് നമ്മൾ പല വീഡിയോകളിലും ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഒരു സാഹിത്യം, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു ഇതിഹാസ കൃതി എന്നുള്ള രീതിയിലാണ് കാണുക. അല്ലാതെ ഏത് മതവും ആയിക്കോട്ടെ അതിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത് പുതിയ കാലത്തെ മനുഷ്യർക്ക് ചേർന്നതല്ല. എല്ലാ മതങ്ങളുമാണ് പറഞ്ഞത്. ഈ സുദർശൻ സേതു പോലെയുള്ള പാലങ്ങൾ ബേറ്റ് ദ്വാരകയിലേക്ക് പണിയുമ്പോഴും, അല്ലെങ്കിൽ അയോധ്യയിൽ പല കാര്യങ്ങളും ചെയ്യുമ്പോഴും, ഇതൊക്കെ രാഷ്ട്രീയത്തിൽ മതവും കൂടി നല്ല രീതിയിൽ, അതായത് മതേതര രാജ്യമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യക്ക് ചേർന്നതാണോ എന്ന് കൂടി ചിന്തിക്കണം. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും, വിമർശനങ്ങളും, സംശയങ്ങളും, നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.